ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. അത് മാത്രമല്ല, നമ്മളെ ടൈം ട്രാവൽ ഡ്രാമയിലെ അത് ഞാൻ എന്നാ വേണ്ടത് ഇപ്പം തന്നെ ചെയ്യണോ അല്ലെങ്കിൽ ഈ ഒരു ഡ്രാമ കഴിഞ്ഞിട്ട് ചെയ്താൽ മതിയോ എന്നുള്ള കാര്യം നിങ്ങൾ ഒരിക്കൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ അധികം ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ജിയാങ് ആണെങ്കിൽ ലീനോട് ചോദിക്കും, ആ ഒരു ഗുഹയിലുണ്ടായ ടൈം നീ ഇങ്ങനെ ഉറങ്ങുന്നായിരുന്നു, അന്ന് സംഭവിച്ച കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കേ. അതേ ടൈം നമ്മളെ പെണ്ണിന്റെ മുഖഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അവക്കാണെങ്കിൽ ഇവൻ കിസ് ചെയ്ത സംഭവം ഓർമ്മയുണ്ടാവുമായിരിക്കും. അപ്പൊ അവനാണെങ്കിൽ പറയും, അന്ന് ഞാൻ നിന്നെ കിസ് ചെയ്തതല്ല, ഇങ്ങനെ നമ്മൾ ഓക്സിജൻ കിട്ടാണ്ട് നിൽക്കുന്ന ടൈം നമ്മളിങ്ങനെ ശ്വാസം കൊടുക്കുമല്ലോ, അതുപോലത്തെ സംഭവം ചെയ്തതാണെന്നൊക്കെ പറയേ. ഇതെല്ലാം കേൾക്കുന്ന ടൈം നമ്മളെ പെണ്ണിനാണെങ്കിൽ എന്നാ പറയണ്ടേ എന്ന് തിരിയുന്നുണ്ടാവില്ല. എന്നിട്ട് അവനാണെങ്കിൽ പറയും, അന്ന് ഞാൻ നിന്നോട് ചെയ്തതിന് സോറി എന്ന് പറയുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ പെണ്ണാണെങ്കിൽ പറയും, അതൊന്നും കുഴപ്പമില്ല, എന്നെ ഇങ്ങനെ നായ്ക്കൾ കടിക്കലുണ്ട്, അതുപോലെ ഞാൻ വിചാരിച്ചോളൂ എന്ന് പറയേ. അപ്പൊ അവനാണെങ്കിൽ നീ എന്നെ നായിയായിട്ട് കൂട്ടിയെന്നുള്ളൊരു ഭാവമില്ല, ആ ഒരു ഭാവത്തിൽ അവളെ നോക്കുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് അവനാണെങ്കിൽ അവളോട് പറയും, നീ ഇങ്ങനെ എൻ്റെ റെസ്റ്റോറൻറ്റിൽ വരുന്ന ടൈം ഈ ഒരു റീസൺ കൊണ്ട് തന്നെ എന്നെ ഇങ്ങനെ മൈൻഡ് ആക്കാണ്ട് നിൽക്കുന്നുണ്ട്, എന്നോട് ഇങ്ങനെ മൈൻഡ് ആക്കാണ്ട് നിൽക്കേണ്ട ഒരാവശ്യമില്ല, ഞാൻ ചെയ്ത തെറ്റിനൊക്കെ ഞാൻ നിന്നോട് സോറി ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അവിടുന്ന് പോകുന്നുണ്ടാവുമായിരിക്കും. അവളും മീൻസ് ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു ഭാവത്തിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. പിറ്റേ ദിവസം നമ്മളെ പെണ്ണാണെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോകുന്ന ടൈം നമ്മളെ ചെക്കൻ അവിടെ ഉണ്ടാവുമായിരിക്കും. അവൻ വർക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മളെ പെണ്ണാണെങ്കിൽ അവനെ തന്നെ നോക്കി നിൽക്കുന്നതായിരിക്കും. അവനാണെങ്കിൽ അവളോട് റം എടുത്തിട്ട് വരാൻ പറയുന്നുണ്ടാവുമായിരിക്കും. അവളാണെങ്കിൽ എടുത്തു കൊടുക്കുന്ന ടൈം അവനാണെങ്കിൽ അവളെ കയ്യിലേക്ക് ഇതുപോലെ ടച്ച് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അതെല്ലാം അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. ഇതിൻ്റെ അർത്ഥം എന്നാണ് നമ്മളെ പെണ്ണിൻ്റെ ഉള്ളിലൊരു ലവിൻ്റെ മുട്ട് പൂവിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മളെ ഷൂ ആണെങ്കിൽ കൂയി അയച്ച മെസ്സേജ് എല്ലാം നോക്കിയിട്ട് പണ്ടത്തെ ഒരു കാര്യം ആലോചിക്കുന്നുണ്ടാവുമായിരിക്കും. അതായത് അവനാണെങ്കിൽ അവൾക്കൊരു ഹെൽമെറ്റ് കൊടുത്തിട്ടില്ലേ, അതിൻ്റെ ക്ലാസ് ആണെങ്കിൽ ഇതുപോലെ താത്തുന്ന ടൈം അതിലാണെങ്കിൽ ഐ ലൈക്ക് യു എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവുമായിരിക്കും. നമ്മളെ പെണ്ണാണെങ്കിൽ ഇതെല്ലാം ആലോചിച്ചിട്ട് ഉയൻ്റെ അപ്പം ഒന്നും പറയണ്ട, ഫുള്ള് സൊള്ളായിരിക്കും, ഭയങ്കരമായിട്ട് ചിരിക്കുന്നെല്ലാം ഉണ്ടാവുമായിരിക്കും ഒറ്റക്ക്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു പ്രണയത്തിൻ്റെ മുട്ട് പൂവിട്ട് തോന്നുന്നു. ഇതും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിറ്റേ ദിവസം ആകുമ്പോൾ ഇവരെ പുതിയ റെസ്റ്റോറൻ്റ് ആയിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. അതിൻ്റെ ഒട്ടുമിക്ക എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. അതേ ടൈം നമ്മളെ കുയ്യും ലിന്നും സംസാരിക്കുന്ന ടൈം കുയി ആണെങ്കിൽ ഇന്നലെ നമ്മളെ ഷൂനെ കയറി ചെയ്തിട്ടാണ് കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ടാവുമായിരിക്കും. ഇതെല്ലാം കേൾക്കുന്ന ടൈം നമ്മളെ ലിന്നിനാണെങ്കിൽ ക്രിഞ്ച് അടിക്കുന്നുണ്ടാവുമായിരിക്കും. അവളാണെങ്കിൽ പറയും, നീ എൻ്റെ അടുത്ത് നിന്ന് കുറച്ച് മാറി നിൽക്കുന്നതായിരിക്കും നിനക്കും എനിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് രണ്ടാളും അവരെ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈറ്റിംഗ് അറ്റ് ഡസ്ക് എന്നായിരിക്കും. അങ്ങനെ ഇവരാണെങ്കിൽ അതിലോട്ട് പോകുന്ന എല്ലാവരെയും വിളിച്ചിട്ട് ഇവിടെ 30% ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ച് കയറ്റാൻ നോക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ ഒരാളും കയറുന്നുണ്ടാവില്ല. അങ്ങനെ രാത്രി ആവുന്ന ടൈം കുയായ ഒരു കാര്യം നമ്മളെ ലിന്നിനോട് പറയുന്ന ടൈം ലിന്നാണെങ്കിൽ പറയും, ഇത് നമ്മളെ ഫസ്റ്റ് ഡേ അല്ലേ, അതുകൊണ്ട് നമ്മൾ സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല, എന്നെ നമ്മൾ ട്രൈ ചെയ്തോണ്ട് നിൽക്കണം, ഉറപ്പായിട്ട് നമുക്ക് കസ്റ്റമേഴ്സ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ നമ്മളെ കുയിനെ മോട്ടിവേറ്റ് ചെയ്യും. അങ്ങനെ പിറ്റേ ദിവസം രണ്ടും കൂടിയിട്ട് ഇതുപോലെ നിൽക്കുന്നുണ്ടാവുമായിരിക്കും. എല്ലാവരോടും ഡിസ്കൗണ്ട് ഉണ്ട് എന്ന് പറയുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ ആരും വാങ്ങുന്നുണ്ടാവില്ല. ഒരു ദിവസം മാത്രമായിരിക്കൂലേ, എല്ലാ ദിവസവും അവരുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. അവസാനം നമ്മളെ പെണ്ണിനടക്കം മടുപ്പായിട്ട് അവളാണെങ്കിൽ നേരെ നമ്മളെ ചെക്കൻ്റെ റെസ്റ്റോറൻറ്റില്ലേ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുമായിരിക്കും. അവളെ പിന്നിൽ തന്നെ നമ്മളെ ജിയാങ്ങും വരുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് അവളാണെങ്കിൽ ജിയാങ്ങിനോട് ചോദിക്കും, ഈ ഒരു റെസ്റ്റോറൻറ്റ് ഇങ്ങനെ നീ എങ്ങനെ ആക്കി എടുത്തേന്ന് ചോദിക്കും. അതേ ടൈം ജിയാങ് ആണെങ്കിൽ പറയും, ഇതുപോലെ കത്തി എല്ലായിടത്തും തട്ടിയെടുത്തിട്ട് എന്ന് പറയുക, തട്ടിയല്ല മത്സരിച്ചിട്ട് എടുത്തിട്ട് എന്ന് പറയുക. അതേ ടൈം ലീ ആണെങ്കിൽ ചോദിക്കും, അതല്ല ഈ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ അതെങ്ങനെയാണെന്ന് ചോദിക്കും. അതേ ടൈം അവനാണെങ്കിൽ പറയും, നിന്നെ പോലെ തന്നെ ഒരുപാട് റിസർച്ച് ചെയ്ത് ഒരുപാട് ലേൺ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടാണ് എൻ്റെ റെസ്റ്റോറൻറ്റ് ഞാൻ ഈ ഒരു നിലയിൽ എത്തിച്ചതെന്ന് പറയും. എല്ലാം കേൾക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും, എന്നാൽ പിന്നെ ഇതല്ലേ എനിക്കും കൂടി പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിക്കുക. അതേ ടൈം അവനാണെങ്കിൽ പറയും, പഠിപ്പിച്ചു തരുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെങ്കിൽ എനിക്ക് അതിനായിട്ട് കറക്റ്റ് ഫീസ് തരണമെന്ന് പറയും. അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ 1000 yuan പൈസ ഉണ്ടാവില്ല, അവരുടെ നാട്ടിലത്തെ പൈസ. ആ ഒരു പൈസ ആണെങ്കിൽ അവന് കൊടുത്തതിന് ശേഷമായിരിക്കും അവരെ ക്ലാസ് സ്റ്റാർട്ട് തന്നെ ചെയ്യുന്നുണ്ടാവും. ക്ലാസ് സ്റ്റാർട്ട് ആവാനാകുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ നമ്മളെ പെണ്ണാണെങ്കിൽ ഡ്രസ്സ് ചെയ്തിട്ട് വരുന്നേ ഉണ്ടാവില്ല. അപ്പൊ അവളാണെങ്കിൽ ധൃതി പിടിച്ച് വരുന്ന ടൈം അവളെ അരയിലുള്ള ഇതുപോലത്തെ സംഭവം അവൾക്ക് കെട്ടാൻ പറ്റുന്നുണ്ടാവില്ലേ, അവനായിരിക്കും അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അവക്കാണെങ്കിൽ അവൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്ന കാണുമ്പോൾ
നാണം വരുന്നുണ്ടാവുമായിരിക്കും. ഷോപ്പോ അവിടുന്ന് അങ്ങനെ രണ്ടും കൂടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. ജിയാങ് ആണെങ്കിൽ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ പെണ്ണാണെങ്കിൽ എപ്പോ എന്താ പറയാ ഒരു ലോക്കൽ കുക്കിംഗ് അല്ലേ ചെയ്യുന്നുണ്ടാവുക, അത് മാറിയിട്ട് കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ പെണ്ണിനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. അങ്ങനെ ഫസ്റ്റ് സെക്ഷൻ കഴിയുന്ന ടൈം അവനാണെങ്കിൽ പറയും ഞാൻ ഇപ്പൊ പോകുന്നതാണ്, അയ്യേ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ ടൈം അവളാണെങ്കിൽ പറയും വേണ്ട 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 ഇന്ന് തന്നെ എന്നെ പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ചു വെക്കുന്നുണ്ടാവുമായിരിക്കും. അവസാനം തളർന്ന് ഉണങ്ങിയിരിക്കുന്ന നമ്മളെ പെണ്ണിനെയായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. അവനാണെങ്കിൽ എന്ത് ചെയ്യും, അവളിത് ഇതുപോലെ കുലുക്കിയിട്ടാണെങ്കിൽ പറയും നീ ഇങ്ങനെ എണീക്ക്, നിന്റെ ക്ലാസ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഓവറായി കഴിഞ്ഞ്, പക്ഷേ നിനക്കൊരു ടാസ്ക് ബാക്കിയുണ്ട്, അതുകൊണ്ട് നീ എൻ്റെ കൂടെ വാന്നെന്ന് പറഞ്ഞിട്ട് രണ്ട് കുരുട്ടങ്ങളും കൂടിയിട്ട് കാറിൽ എവിടെയോ പോകുന്നുണ്ടാവുമായിരിക്കും. അവളും ചോദിക്കുന്നുണ്ടാവുമായിരിക്കും നീ ഇതെവിടെ എന്നെ കൂട്ടിയിട്ട് പോകുന്നതെന്ന്. അതേ ടൈം അവനാണെങ്കിൽ പറയും അതൊന്നും ഇപ്പൊ പറയാൻ പറ്റൂല, ഞാനൊരു അർജന്റ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകുന്നത്, അത് മാത്രമല്ല ഇന്ന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് പറയാ. അവക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതമായിരിക്കും. അപ്പൊ അവനാണെങ്കിൽ പറയും എന്നാ എന്തെങ്കിലും ബിസി വർക്ക് ഉണ്ടെങ്കിൽ കൂടി നമ്മളിന്ന് വീട്ടിലേക്ക് പോകുന്നില്ല എന്ന് പറയൂ. ഇവിടെ നടക്കുന്ന ടൈം കൂയി ആണെങ്കിൽ ഫോണിൽ നോക്കി നടക്കുന്നതായിരിക്കും. അതേ ടൈം ആയിരിക്കും ഷൂ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് നമുക്ക് രണ്ടാക്കും ഇന്നൊരു റൈഡിന് പോയാലോന്നെ. അപ്പൊ അവനാണെങ്കിൽ ഫസ്റ്റ് കയറി ഇരുന്നിട്ട് പിന്നെ ഇറങ്ങിയിട്ടാണെങ്കിൽ പറയും ഇന്ന് പറ്റൂല, നാളെയോ മറ്റന്നാളെയോ വേറെ ഏത് ദിവസം വിളിച്ചാലും ഞാൻ നിന്റെ കൂടെ വരാം, പക്ഷേ ഇന്ന് പറ്റൂല എന്നു പറയേ. ഷൂ ആണെങ്കിൽ ഇവന്റെ പറ്റൂല എന്നൊന്ന് കേൾക്കാൻ വരെ നിൽക്കുന്നുണ്ടാവില്ല. അവളാണെങ്കിൽ അവിടുന്ന് വണ്ടി എടുത്തിട്ട് പോകുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം അവനാണെങ്കിൽ ലീക്ക് മെസ്സേജ് അയച്ചിട്ട് പറയും എടി കള്ളപ്പന്നി, നിന്നെ കൊണ്ട് എനിക്കൊരു ചാൻസാ നഷ്ടപ്പെട്ടത്, നീ ഇങ്ങോട്ടേക്ക് വാ, ബാക്കി ഞാൻ എന്നിട്ട് പറയാമെന്ന് പറയുന്നുണ്ടാവുമായിരിക്കും. പാവം നമ്മളെ ചെക്കൻ ആശിച്ച് പോഷിച്ചിട്ട് എന്താ പറയാ ഒരു ചാൻസ് കിട്ടിയതാണ്, അത് നഷ്ടമായിപ്പോയി, ഇനിയൊന്നും പറയാനില്ലല്ലോ. ഈ ടൈം നമ്മളെ ചെക്കനെയും പെണ്ണിനെയും നോക്കുന്നതാണെങ്കിൽ അവർ രണ്ടാളും ഒരു ക്യാമ്പിങ്ങിന് പോയതായിരിക്കും. അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ഇവനാണെങ്കിൽ ഒരാളുമായിട്ട് അടുത്ത് മത്സരിക്കാൻ പോകുന്നില്ല, ആളാണെങ്കിൽ നാച്ചുറൽ ഫ്ലേവേഴ്സ് കണ്ടുപിടിക്കുന്നതിൽ ഭയങ്കര വിദഗ്ധനായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറെ ടിപ്സും കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടിയിട്ടായിരിക്കും നമ്മളെ ചെക്കനാണെങ്കിൽ ഈ ഒരു ക്യാമ്പിങ്ങിന് വന്നിട്ടുണ്ടാവും. അതേ ടൈം ലീ ആണെങ്കിൽ പറയുന്നുണ്ട് നിന്റെ മത്സരത്തിന് നിനക്ക് മാത്രം വന്നാൽ പോലെ എന്നെ എന്തിനാ കൂട്ടിയെന്ന്. അതേ ടൈം അവനാണെങ്കിൽ ഇപ്പം നിന്റെയും കൂടി ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് നിന്നെ കൂട്ടിയെന്ന് പറയൂ. ഇതേ ടൈം നമ്മളെ കുയി ആണെങ്കിൽ എന്തോ പോലെ അവിടെ ഇരിക്കുന്നുണ്ടാവുമായിരിക്കും. അത് നിങ്ങൾ ഊഹിച്ച് പൂരിപ്പിച്ചിട്ട് എടുത്തോ. അപ്പൊ അതേ ടൈം ആയിരിക്കും നമ്മളെ ഷൂ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. ഷൂനാണെങ്കിൽ ഒരു കഴിവുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഒരാളെ കൊണ്ട് അറിയണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും അവൾ അറിയൂ. അങ്ങനെ കണ്ടുപിടിച്ചിട്ടായിരിക്കും അവളാണെങ്കിൽ ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നുണ്ടാവുക. അതേ ടൈം നമ്മൾ ചെക്കനാണെങ്കിൽ ചോദിക്കുന്നുണ്ടാവുമായിരിക്കും നീ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, നീ എങ്ങനെ എന്നെ കണ്ടുപിടിച്ചെന്ന്. അതേ ടൈം ഷൂ ആണെങ്കിൽ പറയും ഒരു ചെക്കനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സില്ലി ആയിട്ടുള്ള കാര്യമാണെന്ന് പറയും. അതെനിക്ക് പണ്ടേ മനസ്സിലായി. ഈ ടൈം ഈ ഒരു ജിയാങ് ആണെങ്കിൽ നമ്മളെ ലീനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നുണ്ടാവുമായിരിക്കും. അവക്കാണെങ്കിൽ സഹിക്കുന്നുണ്ടാവില്ല. അവസാനം അവളാണെങ്കിൽ അവിടെ ഇരുന്ന് പോകുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് അവളാണെങ്കിൽ പറയും നീ എന്തായാലും ഇപ്പൊ നാച്ചുറൽ ആയിട്ട് കുറച്ച് ഇണങ്ങാൻ വന്നതല്ലേ, നമുക്ക് അതുകൊണ്ട് മീൻ പിടിക്കാന്ന് പറയേ. അങ്ങനെ അവളാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളെ ജിയാങ്ങിനോട് ലെഫ്റ്റ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് മീൻ പിടിപ്പിക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ ഒരു മണ്ടനാണെങ്കിൽ ലെഫ്റ്റും റൈറ്റും മര്യാദക്ക് അറിയാത്തത് കൊണ്ട് തന്നെ അവളാണെങ്കിൽ അവനെ കളിയാക്കുന്നുണ്ടാവുമായിരിക്കും. അവസാനം രണ്ടും കൂടി ഇതുപോലത്തെ ഒരു അടിയിലായിരിക്കും അവസാനിക്കുന്നുണ്ടാവുക. പക്ഷേ തമാശക്കുള്ള അടിയായിരിക്കും. അങ്ങനെ അവളാണെങ്കിൽ പെട്ടെന്ന് എന്തോ ഒരു പോലെ തോന്നിയിട്ട് അവളാണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ മഷ്റൂംസ് എടുത്തിട്ട് വരാം, നീ ഇവിടെ തന്നെ നിന്നോന്ന് പറയും. രണ്ടും കൂടിയിട്ട് എങ്ങനെയല്ലോ മീൻ പിടിക്കുന്നുണ്ടാവുമായിരിക്കും. അങ്ങനെ നമ്മളെ പെണ്ണും ചെക്കനും കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ടൈം അവളാണെങ്കിൽ ചോദിക്കും നമുക്കാണെങ്കിൽ ഈ ഒരു മീൻ കുക്ക് ചെയ്യേണ്ട ഒരു ഇൻഗ്രീഡിയൻസും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ കുക്ക് ചെയ്യാമെന്ന് ചോദിക്കുക. അതേ ടൈം അവനാണെങ്കിൽ പറയും നീ കുറച്ച് സമയത്തേക്ക് മിണ്ടാണ്ടതൊക്കെ ഞങ്ങൾ നിനക്ക് കുക്ക് ചെയ്തിട്ട് തരാമെന്ന് പറയും. അതായിരിക്കും അവൻ്റെയും ഉദ്ദേശം. കാരണം ഇങ്ങനെ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് കുക്ക് ചെയ്യാനായിരിക്കും അവൻ്റെ പ്ലാന്. അങ്ങനെ കുക്കെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ പെണ്ണാണെങ്കിൽ ആ ഒരു ഫിഷ് എടുത്ത് തിന്നുന്ന ടൈം അവളാണെങ്കിൽ പറയും വാവ് ഇത് ഭയങ്കര ടേസ്റ്റാണ്, ഇപ്പൊ എനിക്ക് മനസ്സിലായി നീ എന്തിനാ ഈ ഒരു ക്യാമ്പിങ്ങിന് വന്നത്, ഈ ഒരു ഫുഡ് കുക്ക് ചെയ്യേണ്ടിയിട്ടല്ലേ എന്ന് ചോദിക്കുക. അപ്പൊ അവനാണെങ്കിൽ ഇവളിങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്ന കാണുന്ന ടൈം അവനും ഭയങ്കര സന്തോഷം ഉണ്ടാവുമായിരിക്കും. അത് എല്ലാവർക്കും അങ്ങനെയാണല്ലോ, കഷ്ടപ്പെട്ടിട്ട് കുക്ക് ചെയ്ത് കൊടുത്തിട്ട് ആരെങ്കിലും സന്തോഷത്തോടെ തിന്നുന്ന കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനസ്സുഖം. ഇതേ ടൈം നമ്മളെ കൂയിച്ചെക്കനും ഷൂ പെണ്ണും ആണെങ്കിൽ എന്തല്ലോ സംസാരിക്കാൻ നോക്കുന്നതായിരിക്കും. പക്ഷേ നമ്മളെ ഡ്രില്ലിംഗ് മെഷീനില്ലേ അതിന്റെ സൗണ്ട് കൊണ്ട് അവർക്ക് സംസാരിക്കാനേ പറ്റുന്നുണ്ടാവില്ല. നമ്മളെ ചെക്കനാണെങ്കിൽ ഒരു ഇയർഫോൺ എടുത്തിട്ട് നമ്മളെ പെണ്ണിന്റെ ചെവിട്ടിൽ വെച്ചോന്ന് പറയുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ അതിനെ കൊണ്ടൊന്നും ഒരു ഗുണം ഉണ്ടാവില്ല. അവനാണെങ്കിൽ പുറത്ത് പോയിട്ട് നോക്കുന്നുണ്ടാവുമായിരിക്കും. പെട്ടെന്ന് അവനാണെങ്കിൽ തിരിച്ചു വന്നിട്ട് അവളെ ചെവിടുത്ത് ഇതുപോലെ പൊത്തിട്ടാണെങ്കിൽ പറയും കുറച്ച് സമയം കൂടി ആ ഒരു സൗണ്ട് ഉണ്ടാവും, അതുവരെ നീ ഒന്ന് ക്ഷമിക്കണേന്ന് പറയേ. ഉയ്യന്റെ അപ്പ ഒന്നും പറയണ്ട, നമ്മള് ഷൂ പെണ്ണിന്റെ
മുഖത്തുള്ള ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സീന് നിങ്ങൾ നോക്കിയാൽ നമ്മളെ പെണ്ണിന് റൊമാൻസ് എല്ലാം അറിയാട്ടോ. അത് നമുക്കിപ്പോൾ എല്ലാം മനസ്സിലായത്. ടൈം നമ്മളെ ലിന്നും ജിയാങ്ങും ആണെങ്കിൽ ഇരുന്നിട്ട് വെള്ള ചായ എന്തോ ഒരു സംഭവം കുടിക്കുന്നതായിരിക്കും. അതേ ടൈം ആയിരിക്കും നമ്മളെ ജിയാങ് ആണെങ്കിൽ പെണ്ണിന് വേണ്ടിയിട്ട് കെട്ടിയിട്ടുണ്ടാവുന്ന ടെന്റ് ഉണ്ടാവില്ല, ആ ഒരു ടെന്റ് ആണെങ്കിൽ വീകുന്നുണ്ടാവുക. അതേ ടൈം അവളാണെങ്കിൽ പറയും എൻ്റെ ടെന്റ് എന്ന് പറയാം. അപ്പൊ അവനാണെങ്കിൽ പറയും അതിങ്ങനെ ഭയങ്കര പൂവർ ക്വാളിറ്റി ആണ്, അതുകൊണ്ട് അതിങ്ങനെ വീണത്, ഞാൻ പോയതിനു ശേഷം കംപ്ലൈന്റ് ചെയ്യാന്ന് പറയും. അതേ ടൈം അവളാണെങ്കിൽ പറയും നീ കംപ്ലൈന്റ് എന്ത് വേണമെങ്കിലും ചെയ്ത, പക്ഷെങ്കിൽ ഇപ്പൊ ഞാൻ എവിടെ ഉറങ്ങുവാന്ന് ചോദിക്കും. അതേ ടൈം അവനാണെങ്കിൽ പറയും എന്നാ പിന്നെ നമുക്ക് രണ്ടാക്കും കൂടിയിട്ട് കാറിൽ കിടക്കാം ഇന്ന് പറയേ. അവളാണെങ്കിൽ ഫസ്റ്റ് സമ്മതിക്കുന്നുണ്ടാവില്ലേ, അവനിങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുന്ന ടൈം എവിടെയെങ്കിലും ഉറങ്ങണ്ടേന്ന് വിചാരിച്ചിട്ട് അവളാണെങ്കിൽ പറയും എന്നാ പിന്നെ ശരി ഞാൻ പോയിട്ട് കാർ ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ കാറിലേക്ക് പോകുന്നുണ്ടാവുമായിരിക്കെ. അതേ ടൈം നമ്മളെ ചെക്കൻ്റെ മുഖത്തിലെ എക്സ്പ്രഷൻ ഇതുപോലെ ആയിരിക്കെ. ഈ എക്സ്പ്രഷൻ എന്നാ പറയുക എനിക്കും അറിയില്ല എന്ത് എക്സ്പ്രഷനാണ് ഇത് എന്ന്. അവനാണെങ്കിൽ എന്തെല്ലോ ഉടായ്പ പ്ലാനിങ് ഉണ്ടായിന്, അത് മാത്രം അവന്റെ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. കഴിയുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ അവൻ്റെ അടുത്ത് വന്നിട്ട് ഇരിക്കുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം അവനാണെങ്കിൽ പറയും ടെൻറ്റ് ഞാൻ ഓക്കെ ആക്കി തരാം, നീ ഇങ്ങനെ ടെൻറ്റിൽ കിടന്നോ, ഞാൻ പുറത്ത് കിടന്നോളൂ എന്ന് പറയും. അതേ ടൈം അവളാണെങ്കിൽ പറയും നീ ഇങ്ങനെ പുറത്ത് കിടക്കണ്ട, നമുക്ക് രണ്ടൊക്കെ ഒപ്പരം ഉറങ്ങാന്ന് പറയേ. ഇവളെന്ത് ധൈര്യത്തിലാണ് പറഞ്ഞാമോ, പക്ഷെ നമ്മളെ ചെക്കനെ ഫുള്ള് പുഷി തന്നെ അവൻ ഓക്കെ ആണെന്ന് പറയും. അങ്ങനെ രണ്ടും കൂടിയിട്ട് ടെൻറ്റിൻ്റെ അകത്ത് കിടക്കുന്നുണ്ടാവുമായിരിക്കും. പോലെ ആയിരിക്കും രണ്ടെണ്ണം കിടക്കുന്നുണ്ടാവുക. അതേ ടൈം അവളാണെങ്കിൽ എന്തോ ഒരു സംഭവം പരുതുന്നുണ്ടാവുമായിരിക്കും. ഇങ്ങനെയൊക്കെ കൈ പോയിട്ടായിരിക്കും നേരെ അവൻ്റെ കൈ തൊട്ട് പോകുന്നുണ്ടാവുക. അതേ ടൈം അവനാണെങ്കിൽ ചോദിക്കും എന്താ വേണ്ടതെന്ന് ചോദിക്കും. അതേ ടൈം അവളാണെങ്കിൽ പറയും അത് എൻ്റെ ഫോൺ എവിടെയോ ആയിപ്പോയിട്ടുണ്ട്, ഒരിക്കൽ നോക്കി തരുമെന്ന് ചോദിക്കുക. അതേ ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ എവിടുന്നോ ഫോൺ എടുത്ത് കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം അവനാണെങ്കിൽ പണ്ടത്തെ ഒരു കാര്യം ആലോചിക്കുന്നുണ്ടാവുമായിരിക്കും. അതായത് അവൻ്റെ അച്ഛൻ എങ്ങനെ അവൻ്റെ അമ്മേനെ പ്രൊപ്പോസ് ചെയ്തെന്നുള്ള കാര്യം അച്ഛനാണെങ്കിൽ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. ഒരു ദിവസം അച്ഛനാണെങ്കിൽ അമ്മക്ക് വേണ്ടിയിട്ട് എന്തെല്ലോ അറേഞ്ച്മെന്റ് ചെയ്യുന്ന ടൈമായിരിക്കും ചെക്കൻ അത് ചോദിക്കുന്നുണ്ടാവുക. അതേ ടൈം അച്ഛനാണെങ്കിൽ പറയും എപ്പോൾ നമ്മളാണ് ഫസ്റ്റ് മൂവ്മെന്റ് എടുക്കേണ്ടത്, പക്ഷെങ്കിൽ അത് പെട്ടെന്നൊന്നും എടുക്കാൻ പാടില്ല, നമ്മൾ ആ ഒരു പെണ്ണിൻ്റെ മനസ്സറിഞ്ഞ് അവർക്ക് നമ്മളോട് ഇഷ്ടമുണ്ടെന്ന് തോന്നുന്ന ആ ഒരു നിമിഷമില്ലേ, ആ ഒരു നിമിഷമാണ് നമ്മൾ ആ ഒരു മൂവ്മെന്റ് എടുക്കേണ്ടത്. അതേ ടൈം അവരാണെങ്കിൽ നമ്മളെ കൂടെ നിൽക്കുമെന്ന് നമുക്കൊരു ഫീല് തോന്നും. അതുമാത്രമല്ല ആ ഒരു ഫീല് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും അവരെ കൈവിടാൻ പാടില്ല, ലൈഫ് ലോങ് നമ്മൾ അവരെ കൂടെ ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനാണെങ്കിൽ ചെറുപ്പത്തിൽ ഇവനിങ്ങനെ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും. ആ ഒരു കാര്യം അവനാണെങ്കിൽ ആലോചിക്കുന്നുണ്ടാവും. ഇത് ആലോചിക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ അവൾ ഇതുപോലത്തെ ഒരു വൃത്തികെട്ട വാൾപേപ്പർ ഇല്ലേ അത് നോക്കിയിട്ട് ഒന്നും നോക്കുന്നുണ്ടാവുമായിരിക്കും. ഫസ്റ്റ് എനിക്ക് മനസ്സിലായിട്ടില്ലേ, പിന്നെ മനസ്സിലായത് അവളാണെങ്കിൽ സമയം നോക്കുന്നതായിരിക്കും. ഇപ്പം ആണെങ്കിൽ 11:59 ആയിട്ടുണ്ടാവുമായിരിക്കും. അവളാണെങ്കിൽ 12 മണിയായ ആ ഒരു സ്പോട്ടിൽ തന്നെ തിരിഞ്ഞു നിന്നിട്ട് ജിയാങ് എന്ന് വിളിക്കുന്നുണ്ടാവുമായിരിക്കും. ജിയാങ് വാച്ചിൽ തന്നെ നോക്കിയിട്ട് എന്തോ ഒരു എക്സൈറ്റ്മെന്റിലായിരിക്കും. എന്നായിരിക്കും നിങ്ങൾക്ക് എന്നാന്ന് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കമന്റ് ചെയ്യണേ. അപ്പൊ സത്യസന്ധമായിട്ടുള്ള കാര്യം എന്നാണെന്ന് അടുത്ത വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണാം. അത് മാത്രമല്ല ആരല്ലോ 2 എപ്പിസോഡിലും ഒരു ദിവസം ഇടണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടിനെ, പക്ഷെങ്കിൽ നമുക്ക് മാക്സിമം വേഗത്തിൽ ഇടാൻ ശ്രമിക്കാം. സമയമില്ലാത്തത് കൊണ്ടാണ്. എനിക്കും ഒരുപാട് ആഗ്രഹമുണ്ട് വേഗം ഒരു ദിവസം 2-3 ഇട്ടിട്ട് വേഗം ഈ ഒരു ഡ്രാമ തീർക്കെ. എന്നാലും ഇനി വരുന്ന ദിവസങ്ങളിൽ മാക്സിമം ഞാൻ ഒഴിവാക്കാണ്ട് ഡെയിലി എപ്പിസോഡ് ഇടാൻ ശ്രമിക്കാം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമല്ലോ. പിന്നെ ഈ ഒരു ഡ്രാമ വേറൊരു കുട്ടിയും കൂടി കുട്ടിയല്ല ഏച്ചിയാ സിസ്റ്റർ ആരോ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേഗം റീച്ച് കിട്ടുന്നൊരു ചാനലാണ്. എൻ്റെ അടുത്തൊരു കുട്ടി കമൻറ്റ് ചെയ്തതിന്. പക്ഷേങ്കിൽ നമ്മളെ പിള്ളേർ നമ്മളെ അടുത്തല്ലേ വരുള്ളൂ എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ ഈ ഒരു ഡ്രാമ നിർത്താണ്ട് ഇട്ടിട്ട് പോകും. പിന്നെ ആ ഒരു ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇത്ര കാലം വിട്ട ആ ഒരു ഡ്രാമയില്ലേ, ആ ഒരു ഡ്രാമ ഇടാത്തത് ഈ ഒരു ഡ്രാമ ഇനി വേറെ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് റീച്ച് കുറയും. അതുകൊണ്ടാകട്ടെ. അപ്പം നമുക്ക് ഈ ഒരു ഡ്രാമ വേഗം തീർത്തിട്ട് ആ ഒരു ഡ്രാമ ഇടാം. അപ്പം അധികം ഒന്നും പറയേണ്ട. ബൈ.